ശരീരവും മാറടി മണ്ണിലെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പുഴുക്കൾക്ക് തിന്നാനുള്ളതല്ലേ. ഒരു ദശകക്കാലം മുഴുവനും നിനക്കറിയോടി പെങ്ങളെ, എന്റെ ഭാഷ കടുത്തു പോയതല്ല, ബഹുമാനമില്ലാത്ത സംബോധനയല്ല. എന്റെ ഉമ്മമാരോട് എന്റെ പെങ്ങന്മാരോട് അറിയുമോടി എന്ന് ചോദിച്ചത് ബഹുമാനമില്ലാത്ത സംബോധനയല്ല. എനിക്ക് വേണ്ടി നിസ്കാരപ്പായിൽ ദുആ ചെയ്യുന്ന, വാക്കവിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പെങ്ങളോട് ഉമ്മമാരോട് ഈ വടിവത്ത ശരീരം എങ്ങനെ കണ്ടു നടക്കുമ്പോ അന്യപുരുഷന്മാര് വടിവക്കിലിരുന്ന് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കടുകൻ കണ്ണുകൾ കൊണ്ട് കൊത്തിപ്പറിക്കുമ്പോ നാണം തോന്നുന്നില്ലേ നിനക്ക്? ലജ്ജ തോന്നുന്നില്ലേ നിനക്ക്? പെങ്ങളെ, പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമെന്താ? പെണ്ണിന് ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീരിനേക്കാൾ മോശമാണ് പൊന്നേ. മഹാനായ തടവാ ഉസ്താദ് പറഞ്ഞതാ, പെണ്ണിന് ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീരിനേക്കാൾ മോശമാണ് പൊന്നേ. ലജ്ജ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ പെരുമ്പാവൂരങ്ങാടിയിലൂടെ നീ നടന്നു പോകുമ്പോ, കണ്ടന്തറയിലെ റോഡിലൂടെ നടന്നു പോകുമ്പോ വടിവക്കിലിരിക്കുന്ന ചെറുപ്പക്കാർക്ക് കൊത്തിപ്പറിക്കാൻ നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുത്താൽ, പെങ്ങളെ, ദുനിയാവിലെ ചെറുപ്പക്കാര് നിന്റെ ശരീരത്തെ കണ്ണുകൊണ്ട് കൊത്തിപ്പറിക്കുമ്പോളെ, അല്ലെങ്കിലോ കബറിൽ വെച്ചാൽ അതേ ശരീരത്തെ കൊത്തിപ്പറിക്കുന്നതാരാ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടത്, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. നിന്റെ ശരീരത്തിന് ആണുങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ ലജ്ജയില്ലാതെ വിട്ടുകൊടുത്ത ശരീരത്തിലേക്ക് കബറിലെ മണ്ണിന്റെ അടിയിൽ കാത്തിരിക്കുന്ന പുഴുക്കളില്ലേ, ചെതലുകളില്ലേ, നിന്റെ ശരീരം കൊണ്ടുപോയി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇറക്കി വെക്കാൻ വെച്ച കബർ പോലും മേലോട്ടെടുത്ത് നീ ആറടി മണ്ണിൽ ഇങ്ങനെ ഞെരുങ്ങിക്കിടക്കുമ്പോ നിന്റെ വെളുവെളുത്ത ശരീരത്തിലേക്ക് പാഞ്ഞ് കയറുന്ന ചിതലുകള് ആ മാംസം ഇങ്ങനെ കൊത്തിപ്പറിച്ചു നിന്ന് വിശപ്പടക്കുമ്പോ നീ ആരായാലെന്താ? ഒരു ദശാബ്ദക്കാലം മുഴുവനും തമിഴകത്തെ അടക്കി ഭരിച്ച MLA-മാരും മന്ത്രിമാരും കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് പാദസേവയില തന്റെ തടിച്ചുരുണ്ട ശരീരം മുഴുവൻ കൊണ്ട് തമിഴകത്തെ മുഴുവനും ഒരു വിരൽ കൊണ്ട് നിയന്ത്രിച്ച പുരക്ഷി തലൈവി ജയലളിത ആ ഒരു വലിയ ശരീരം മണ്ണിലേക്ക് വെച്ചപ്പോ ആ ശരീരത്തെ പേടിക്കാത്ത ഒരേ ഒരു പടപ്പേയുള്ളൂ, അത് മറ്റാരുമല്ല, നമ്മൾ വരുന്ന രംഗാത്ത കബറിൽ കാത്തിരിക്കുന്ന വരുന്നുണ്ടോടാ? അനബൈത്തുദ്ദൂദ് അനബൈത്തുൽ വഹ്ഷ അനബൈത്തുൽ ഉൽമാ അനബൈത്തുദ്ദൂദ്. കണ്ടന്തരപ്പള്ളിയുടെ കബറിന്റെ ചാരത്ത് വന്ന് കാറൊന്ന് കൊടുക്കണീ മോളെ. ചെറുപ്പക്കാരാ, സമയമുണ്ടെങ്കിൽ കണ്ടന്തരപ്പള്ളിയുടെ കബർസ്ഥാനിന്റെ മണ്ണിലേക്ക് നിന്റെ വനത്തെ കാറൊന്ന് ചേർത്ത് വെക്ക്. ആ മണ്ണിന്റെ അടിയിൽ നിന്നൊരു വിളി കേൾക്കാം നിനക്ക്. ആ മണ്ണിന്റെ അടിയിൽ നിന്റെ പൊൻവണ്ണ കോമള മൃദുലമായ ശരീരവും കാത്തിരിക്കുന്ന പുഴുക്കൾ വിളിക്കുന്നുണ്ട്, വാടാ. അനബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ താവളമാണടാ. നിന്റെ ഈ ശരീരത്തെ കുതിച്ചെന്റെ ആമാശയത്തെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാ. നിന്റെ ശരീരത്തെ കാത്തന്റെ പല്ലുകൾക്ക് ഞാൻ മൂർച്ച കൂട്ടി വെച്ചിരിക്കുകയാ. കാത്തിരിക്കുന്നുണ്ട് മോനെ, കാത്തിരിക്കുന്നുണ്ട് മോനെ. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത് വലൗ കുൻതും ഫീ അബ്റൂദിൻ മുശയ്യദാ. ഏതു കോട്ട കൊത്തളത്തിലൊതുക്കിയിരുന്നാലും കാത്തുവരുന്ന മരണത്തിന്റെ മാലാക. മലയാളത്തിന്റെ സാഹിത്യകാരൻ MG പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണം വരുമ്പോ പെങ്ങളെ, അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആധുനിക മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനം പറ്റില്ല. അത് ലിബാസുഹും കിസ്വത്തുഹും അല്ലയുക, അവരെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ അംഗലാവണ്യത്തിന്റെ വടിവത്ത നിറവും ഭാവവും ഭേദവും കാണുന്ന വസ്ത്രം ധരിച്ച പെണ്ണാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.